നിങ്ങൾക്ക് ഇന്നത്തെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ രണ്ടാമത്തെ പാർട്ടിലെ 5ാമത്തെ ചാപ്റ്ററായിട്ടുള്ള കണ്ടംപററി സൗത്ത് ഏഷ്യൻ കൺട്രീസ് അല്ലെങ്കിൽ സമകാലിക ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ. ഈ ചാപ്റ്ററിലെ ഒരു ചെറിയ ടോപ്പിക്കായിട്ടുള്ള പീസ് ആൻഡ് കോഓപ്പറേഷൻ അല്ലെങ്കിൽ സമാധാനം സഹകരണം എന്ന ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗപാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇന്ത്യയും അതിൻ്റെ മറ്റ് അയൽരാജ്യങ്ങളും, ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അതർ നൈബറിംഗ് കൺട്രീസ് അല്ലെങ്കിൽ നൈബേഴ്സ്. ഇത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ രൂപം കൊടുത്തിട്ടുള്ള ഒരു സംഘടനയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈ രാജ്യങ്ങൾ വളരെ അടുത്ത് അല്ലെങ്കിൽ വളരെ അയൽരാജ്യങ്ങളായിട്ട് പരസ്പര അയൽരാജ്യങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിരവധി സംഘടനകളും തർക്കങ്ങളും ഇവർക്കിടയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇവർക്കിടയിൽ ഒരു സഹകരണത്തിൻ്റെയും അതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും ആവശ്യകത അവർ തിരിച്ചറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിരവധി സംഘടനകൾക്ക് രൂപം കൊടുക്കുകയും ചെയ്യും. There are several disputes among the countries. In spite of this dispute, they realized the importance of the peace and cooperation among the countries. അപ്പം അവരുടെ രാജ്യങ്ങൾക്കിടയിൽ സമാധാനവും അതുപോലെ തന്നെ സഹകരണവും ഉണ്ടാവേണ്ട ആവശ്യകത അവർ മനസ്സിലാക്കി. അതുകൊണ്ട് എന്ത് ചെയ്തു? ദേ ഫോംഡ് സെവറൽ ഓർഗനൈസേഷൻസ്. അവർ നിരവധി സംഘടനകൾക്ക് രൂപം കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് സാർക്ക് എന്ന് പറയുന്നത്. സാർക്ക് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ഓർഗനൈസേഷൻസ്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് സാർക്ക്. ഈ സാർക്കിൻ്റെ ഫുൾ ഫോം, അതായത് അത് SAARC എന്നാണ്. സാർക്ക് അതായത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. അതായത് ഈ മേഖലയിൽ ഒരു സഹകരണം ഉണ്ടാക്കുക, പരസ്പരം സഹകരണം ഉണ്ടാക്കുക എന്നതിൻ്റെ ഉദ്ദേശത്തിലാണിത് രൂപം കൊണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സംഘടന പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ, ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെ വികസിത രാജ്യങ്ങൾ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് സ്വതന്ത്രമാക്കുക എന്നതാണ് ഇത് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ദ സാർക്ക് ഗീവ് ദ ഇമ്പോർട്ടൻസ് ടു ലിബറേറ്റ് ദ സൗത്ത് ഏഷ്യൻ കൺട്രീസ് ഫ്രം ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്. അപ്പോൾ സാർക്കിൻ്റെ മുഴുവൻ രൂപം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. SAARC. ഇനി ഈ സാർക്കിൽ ഉള്ള രാജ്യങ്ങൾ ഏതെന്ന് കൂടി നമ്മൾ പരിചയപ്പെടുന്നതാണ്. അതായത് ഈ സാർക്ക് 8 രാജ്യങ്ങളുണ്ടായിരുന്നു. അത് 1 ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, 2 ഇന്ത്യ, 3 4 ശ്രീലങ്ക, 5 നേപ്പാൾ, 6 ഭൂട്ടാൻ, 7 അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ 8 മാലദ്വീപ്സ്. അങ്ങനെ 8 രാജ്യങ്ങളാണ് ഈ സാർക്കിലുണ്ടായിട്ടുള്ളത്. ഇനി ഈ സാർക്ക് എന്നാണ് രൂപപ്പെട്ടത്? രൂപം കൊണ്ടത്? ദ സാർക്ക് ഈസ് ഫോംഡ് ഇൻ 1985. 1985 സാർക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. അറ്റ് ധാക്ക. ധാക്ക ഈസ് എ ക്യാപിറ്റൽ ഓഫ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ധാക്കയിലാണ് ഈ സാർക്ക് എന്നുള്ള സംഘടന രൂപം കൊണ്ടിട്ടുള്ളത്. ഈ സംഘടന രൂപം കൊള്ളുന്നതിന് വേണ്ടിയിട്ട് അതിന് മുൻകൈ എടുത്തിട്ടുള്ള ഒരു പ്രസിഡൻ്റാണ് സിയാവുർ റഹ്മാൻ എന്ന് പറയുന്നത്. സിയാവുർ റഹ്മാൻ നമുക്കറിയാം, അദ്ദേഹം ബംഗ്ലാദേശിൻ്റെ പ്രസിഡൻ്റായിരുന്നു. സിയാവുർ റഹ്മാൻ ഇനീഷ്യേറ്റഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് സാർക്ക് ഓർഗനൈസേഷൻ. അപ്പം സാർക്ക് പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെ വികസിത രാജ്യങ്ങളുടെ ചൂഷണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുക എന്നതാണ്. ടു ലിബറേറ്റ് ദ സൗത്ത് ഏഷ്യൻ കൺട്രീസ് ഫ്രം ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ഡെവലപ്ഡ് കൺട്രീസ്. കാരണം മുൻകാലങ്ങളിലൊക്കെ ഈ രാജ്യങ്ങൾ
പിന്നെ കോളനി രാജ്യങ്ങളായിരുന്നല്ലോ. അപ്പോൾ ഇനി ഒരു സാമ്രാജ്യത്വ അധിനിവേശം ഒഴിവാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശമായിട്ട് പറയുന്നത്. ഇനി ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ സംഘടനയ്ക്ക് വേണ്ടത്ര ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം. അതിനുള്ള കാരണം പിന്നെ ഈ രാജ്യങ്ങൾക്കിടയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഈ സംഘടനയ്ക്ക് വലിയ നേട്ടങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി സിൻസ് ദ പൊളിറ്റിക്കൽ ഡിഫറൻസ് എമംഗ് ദ സൗത്ത് ഏഷ്യൻ കൺട്രീസ്, ദ സാർക്ക് കുഡ് നോട്ട് അച്ചീവ് മച്ച് സക്സസ്, അല്ലെങ്കിൽ മച്ച് അച്ചീവ്മെൻറ്റ്സ്, കൂടുതൽ നേട്ടങ്ങൾ നേടാൻ അതിന് സാധിച്ചില്ല. അതിന് ഈ അഭിപ്രായ വ്യത്യാസമാണ് അതിന് കാരണമായിട്ട് പറയുന്നത്. എന്നാൽ ഒരു നേട്ടം ഉണ്ടായില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ ഒരു ഓർഗനൈസേഷൻ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ ചുരുക്കപ്പേരാണ് സാഫ്റ്റ എന്ന് പറയുന്നത്. സാഫ്റ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ് SAFTA, അതായത് സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് എന്നാണ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ സാർക്ക് ഓർഗനൈസേഷൻ. സാർക്ക് ഓർഗനൈസേഷൻ്റെ ഒരു വലിയ സംഭാവനയായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇനി ഈ സാഫ്റ്റ എന്നാണ് രൂപം കൊണ്ടത്, അല്ലെങ്കിൽ ആ അഗ്രിമെൻ്റ് എന്നാണ് നിലവിൽ വന്നത്, അല്ലെങ്കിൽ ഒപ്പിട്ടത്. ദ സാഫ്റ്റ ഈസ് സൈൻഡ് ഇൻ 2004. അത് 2004 പിന്നെ ഈ സാഫ്റ്റ അഗ്രിമെൻ്റ് ഒപ്പുവെക്കപ്പെട്ടത്. എന്നാൽ അത് പ്രാബല്യത്തിൽ വന്നത് 2006 ജനുവരിയാണ്. ദാറ്റ് കെയിം ടു ഫോഴ്സ് ഇൻ 2006 ജനുവരി. അപ്പോൾ ഈ സ്വതന്ത്ര വ്യാപാര കരാർ പിന്നെ അതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവരുടെ ചുങ്കം കുറക്കണമെന്നാണ് അത് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ സാഫ്റ്റ എന്നുള്ള ഈ അഗ്രിമെൻ്റ് ലക്ഷ്യം വെക്കുന്നത്, പിന്നെ ഓരോ രാജ്യങ്ങളും ചുങ്കം കുറക്കുക, 20% ചുങ്കം കുറക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു സ്വതന്ത്ര ഒരു വ്യാപാരത്തിന് വേണ്ടിയിട്ട് അവരുടെ അതിർത്തികൾ തുറന്നിടണം എന്നുള്ളതാണ്. ഒരു സ്വതന്ത്ര വ്യാപാരം നടക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അതിർത്തികൾ തുറന്നിടുകയാണെങ്കിൽ ഈ മേഖലയിൽ സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ സഹകരണത്തിൻ്റെയും ഒരു പുതിയ യുഗം പിറവിയെടുക്കുമെന്നാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ദ ഐഡിയ ബിഹൈൻഡ് ദ സാഫ്റ്റ, the emergence of an era of peace and cooperation if the countries allow the free trade across their boundaries. അപ്പോൾ അവർക്ക് അതിർത്തികൾ, ഒരു സ്വതന്ത്ര വ്യാപാരം പിന്നെ അനുവദിക്കുകയാണെങ്കിൽ ഇവിടെ സമാധാനം അതുപോലെ തന്നെ സഹകരണം ഉണ്ടാകുമെന്ന് ഇതിൻ്റെ ആശയമായിട്ട് പറയുന്നു. ഇനി മറ്റൊരു കാര്യം, എന്താണ്, സാഫ്റ്റ എയിംസ് അറ്റ് ദ ലോവറിംഗ് ഓഫ് ട്രേഡ് താരിഫ് ഓഫ് 20%. അതായത് അതിനെന്ത് ചെയ്യണം, ഈ സ്വതന്ത്ര വ്യാപാര കരാറിലുള്ള ഒരു അഗ്രിമെൻ്റാണ്. എന്താണ്, ഇവർ 20% ചുങ്കം കുറക്കണം ഓരോ രാജ്യവും. എന്നാലാണ് ഒരു രാജ്യത്തിന് തൻ്റെ ഉൽപ്പന്നം മറ്റു രാജ്യത്തേക്ക് പ്രവേശിക്കാനും അത് അവിടെ മാർക്കറ്റിൽ ചിലവാകുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എഗ്രിമെൻ്റായിട്ട് പറയാവുന്നത്. 20% അവർ ചുങ്കം കുറക്കും ഓരോ രാജ്യങ്ങളും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് സാധനങ്ങൾക്ക് വില കുറയുകയും അങ്ങനെ ഒരു വിദേശ രാജ്യത്തിൻ്റെ ഉൽപ്പന്നം വാങ്ങാൻ കഴിയുകയും ചെയ്യുക. എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ എഗ്രിമെൻറ്റിനെ ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ അത്ര വിശ്വാസത്തിലെടുത്തില്ല. അതായത് അവർ ഇന്ത്യയെ ഒരു സംശയത്തോടെയാണ് വീക്ഷിച്ചത്. കാരണം ഈ രാജ്യങ്ങൾക്ക് ഇടയിലെ ഏറ്റവും വലിയ രാജ്യമാണല്ലോ ഇന്ത്യ. സാമ്പത്തികമായിട്ടൊക്കെ അവരെക്കാളൊക്കെ മുന്നിലുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യ ഈ ഒരു ഒരു സ്വതന്ത്ര വ്യാപാര കരാർ കൊണ്ട് ഈ മറ്റ് രാജ്യങ്ങളുടെ വാണിജ്യ മേഖലകളിലേക്ക് കടക്കുകയും അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തുകയും അതുകൂടാതെ അവിടുത്തെ സമൂഹത്തെയും അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രത്തെയും അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളെയും ഒക്കെ സ്വാധീനിക്കുമെന്ന ഒരു ഭയം ഈ രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയെ വളരെ സംശയത്തോടെയാണ് വീക്ഷിച്ചത്. The South Asian countries looked at India with suspicion and
they believed that it is an instrument of India to invade their markets and influence their society and politics. അപ്പോൾ അവരുടെ രാഷ്ട്രീയം അവരുടെ സമൂഹത്തെയൊക്കെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ പിന്നെ സ്വീകരിച്ചിട്ടുള്ളൊരു മാർഗമാണ് എന്നവർ ഇതിനെ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിന് കൂടുതൽ വിജയം നേടാൻ സാധിക്കാത്തത്. എന്നാൽ ഇന്ത്യ പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള ലാഭമുണ്ടാക്കാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യ പോയിന്റഡ് ഔട്ട് എവറി കൺട്രി വിൽ ഗെറ്റ് ദ റിയൽ എക്കണോമിക് പ്രോഫിറ്റ്. എല്ലാവർക്കും ഒരു യഥാർത്ഥമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു പിന്നെ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വരുന്നതോടുകൂടി ഇവിടെയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ പരിഹരിക്കാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നും ഇന്ത്യ അവകാശപ്പെടുന്നു. ദ ഫ്രീ ട്രേഡ് ദാറ്റ് വിൽ ഏബിൾ ടു കോപ്പറേറ്റ് ബെറ്റർ ഓൺ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. എല്ലാ രാഷ്ട്രീയമായ പ്രശ്നങ്ങളും ഈ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പിലാകുന്നതോടുകൂടി നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യ അവകാശപ്പെടുന്നു. ഈ ഒരു എഗ്രിമെൻറ്റ്, ഈ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം ഇതിനു മുമ്പേ തന്നെ ഇന്ത്യ അതുപോലെ ശ്രീലങ്കയുമായിട്ടും ഭൂട്ടാനും നേപ്പാളുമായിട്ടൊക്കെ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യമില്ല എന്നാണ് ഇന്ത്യയിലെ ചില നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾ ഇന്ത്യയും പിന്നെ നേപ്പാളും അതുപോലെ തന്നെ ഭൂട്ടാനും എന്നുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇന്ത്യയിൽ അവർക്ക് എവിടെയും വന്നിട്ട് പിന്നെ അതുപോലെ ഇന്ത്യക്കാർക്കും നേപ്പാളുകാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിസ ഇല്ലാതെ തന്നെ ഇവിടെ വന്ന് ജീവിക്കാനും അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സം ഇന്ത്യൻസ് തിങ്ക് ദ സാഫ്റ്റ ഈസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇന്ത്യ ഹാസ് ആൾറെഡി മേഡ് a bilateral agreement with the countries Sri Lanka, Nepal and Bhutan. അപ്പോൾ ശ്രീലങ്കയും ഭൂട്ടാനും നേപ്പാളൊക്കെ ആയിട്ട് പിന്നെ കക്ഷി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സാഫ്റ്റക്ക് അത്ര പ്രാധാന്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അതായത് സാഫ്റ്റയെക്കുറിച്ചും സാർക്കിനെ കുറിച്ചുമാണ്, അതിൻ്റെ രൂപീകരണം, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ആ ചോദ്യം ഇതാണ്: സാർക്ക് ക്യാൻ പ്ലേ എ മേജർ റോൾ ഇൻ ഇൻക്രീസിങ് എക്കണോമിക് കോപ്പറേഷൻ among the South Asian countries. Do you agree with this statement? അതാണ് ചോദ്യം. അതായത് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ സാർക്ക് സംഘടനയ്ക്ക് ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുവോ എന്നതാണ് ചോദ്യം. അപ്പം ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ സാർക്കിനെ കുറിച്ചും അതിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും അതുപോലെ സാഫ്റ്റയെക്കുറിച്ചും എഴുതുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ ഒരു ചാപ്റ്ററിലെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.